ഹരിദ്വാറിലാണുള്ളത്. ഇവിടെ ഋഷികേശിനേക്കാളും ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. കയ്യും കാലും ഒക്കെ മരച്ചു വന്ന തണുപ്പാണ്. അമ്മ രണ്ടുപേരും അവിടെ ഉണ്ട്. ഒരുത്തൻ തണുത്തിട്ട് പുതച്ച് കൂടിയിരിക്കുകയാണ്. ഒരുത്തൻ ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഒരുത്തന് ഇന്ന് എക്സാം ആയിരുന്നു. അവൻ എക്സാം ചെയ്തായിരുന്നു. തണുപ്പ് പറഞ്ഞ ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര തണുപ്പാണ്. ഇവിടുത്തെ ഏരിയാസൊക്കെ കുഴപ്പമില്ല, പക്ഷേ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ടൗൺ ഏരിയ ആണ്. ടൗണൊന്നുമല്ല, വൃത്തിയൊന്നുമില്ല. വൃത്തിയും മനയില്ലാത്തൊരു പെരട്ട സ്ഥലമാണ്. ഇവിടുത്തെ ആളുകൾ മാക്സിമം ഊക്കാൻ വേണ്ടി നോക്കുള്ളൂ. ഊക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഊക്കലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഹോട്ടൽ ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്ത് 600 റുപ്യാണ്. തൊട്ട് താഴെ റൂമിന് 400 റുപ്യുള്ളൂ. നമ്മളവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നമ്മളിവിടെ കൊണ്ടുവിട്ടാണ്. നമുക്ക് ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് സീനാണ് ഇവിടെ. അറിയാത്തവരൊരാൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഊക്കാനേ നോക്കുള്ളൂ. ഊക്കൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഊക്കലാണ്. ഫുള്ള് സീൻ സ്ഥലമാണ്. റൂമിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു സീനുണ്ട്. നമ്മളിനി ഇവിടുന്ന് മസൂരി ഹിമാചൽ പ്രദേശ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡെറാഡൂണിലേക്ക് പോയാലേ അങ്ങോട്ട് പോകാനുള്ള ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് രാവിലെ ബസ്സുള്ളെന്ന് പറയുന്നുണ്ട്. ദിസ് ഇസ് ദ ഏരിയ. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. നമ്മളടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ സൂര്യൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും ഋഷികേശിനേക്കാളും തണുപ്പ് കൂടുതൽ ഇവിടെയാണ്. ആൾക്കാർ തീ കാണുന്നതാണ്. ആൾക്കാർ തീയൊക്കെ കാണുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ സ്വെറ്ററും പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് നല്ല തിരക്കാനുണ്ടാവും. നല്ല തിരക്കാണ് ഇവിടെ എല്ലാം. ഫുള്ള് നമ്മൾ പഴയ വണ്ടി ഉണ്ടാവില്ലേ, മറ്റേ പഴയ റിക്ഷ ടൈപ്പ്, ആ ടൈപ്പ് വണ്ടിയൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ, പഴയ ടൈപ്പ് വണ്ടിയൊക്കെയാണ്. ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടോ, ഓട്ടോറിക്ഷയൊക്കെ ബൈക്ക് കണക്ട് ചെയ്യുന്ന പോലത്തെ ഓട്ടോറിക്ഷയൊക്കെയാണ് ഇവിടെ ഉള്ളത്. സംഭവം നൈസാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ എല്ലാം. നമ്മളിവിടെ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകതര ഒരു സാധനം കണ്ടു. എന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കണ്ടുപിടിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടാവുന്നതായിരിക്കും. ഇവിടെ കണ്ട് ഇവിടെ പാൻപരാഗിൻ്റെ സാധനം മറ്റു സാധനമൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ അവിടെ പോലെയല്ല, ഇഷ്ടം പോലെ കിട്ടും. ഇവിടുന്ന് മറ്റേ മൺപാത്രത്തിൽ കിട്ടുന്നൊരു ചായ വാങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാൻ പോകണം. ഒരു പുള്ളിക്കാരൻ അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. നമ്മൾ ചായ കുടിക്കുന്നത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. പുള്ളി അവിടെ കാത്തിരിപ്പുണ്ട്. നമ്മളെ തന്നെ നോക്കിക്കാണ്. ആക്ച്വലി ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്താണ്. പിന്നെ എന്ത്, നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോകണം പറയൂ. ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള ബസ് കയറാണ്. ഡെറാഡൂണിൽ നിന്ന് മസൂരിയിലേക്ക് ബസ് കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം. ഡെറാഡൂൺ
അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. പൊളി വ്യൂ ആണ്, അടിപൊളി സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആൾക്കാർ മാത്രം കൊള്ളില്ലെന്നേ ഉള്ളൂ. 5 പൈസയ്ക്ക് കൊള്ളില്ല ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ ആൾക്കാർക്ക് ഫുള്ള് പറ്റിക്കാൻ മാത്രം സമയമുള്ളൂ. പറ്റിക്കൽ മാത്രമാണ് ഇവിടെ ആൾക്കാരുടെ മെയിൻ എന്താ പറയുക പരിപാടി. അവിടെ 180 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനം ഞാൻ 140 രൂപയ്ക്ക് വാങ്ങി. അവിടെ അയാളുടെ അടുത്ത് വിലപേശി അവസാനം 140 രൂപ അയാൾ തന്നു. അത് പിന്നെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ പേ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അടുത്തുള്ളൊരു പുള്ളീൻ്റെ അടുത്ത് ഗൂഗിൾ പേ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഗൂഗിൾ പേ എടുത്ത് ചെയ്തു. പക്ഷെ ഭയങ്കര പ്രോബ്ലം ഇവിടെ. ഒരാൾക്ക് ഗൂഗിൾ പേ അയച്ചു കൊടുത്താൽ പറഞ്ഞു എക്സ്ട്രാ 10 രൂപയ്ക്ക് കൂടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റിട്ടേൺ തരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ റിട്ടേൺ തന്ന് വേറൊരു കടയിൽ പോയിട്ട് അയാളോട് പറഞ്ഞു ഇയാൾക്ക് 140 രൂപ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ കുറേ ചോദിച്ച് പറഞ്ഞു ആ ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾക്ക് 140 രൂപ അയച്ചു കൊടുത്ത് കടക്കാരനെ സെറ്റാക്കി. എന്നിട്ട് ഞാൻ ആ മുട്ടായി വാങ്ങിക്കൊണ്ട് വന്നു. നല്ല അടിപൊളി സാധനം കേട്ടോ. ഞങ്ങളിന്ന് ട്രെയിനിൽ കഴിച്ചപ്പോൾ 10 രൂപയായി. ഇപ്പോൾ ഇതിനകത്ത് 17 എണ്ണം ഉണ്ട്. 17 എണ്ണം നമുക്ക് 140 കിട്ടി. ഇയാൾ ഒരെണ്ണത്തിന് 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ശരിക്കും ലാഭമായി. നമ്മളിപ്പോൾ ഡെറാഡൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട ഫുള്ള് മഞ്ഞാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഫുള്ള് ഡെവലപ്ഡ് കൺട്രീസാണ് കേട്ടോ. പക്ഷേ ഡെവലപ്ഡ് സിറ്റീസാണ് കേട്ടോ. ഫുള്ള് വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് കഴിക്കാൻ മാത്രമേ ഇവിടെ സ്ഥലമില്ല. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. വലിയ വലിയ ബിൽഡിങ്സൊക്കെയാണ്. പക്ഷേ എന്ത് പറയും, ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നൊരു പുള്ളി പറയാണ് ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലുള്ളതുകൊണ്ട് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങളുണ്ട് ഇവിടെ. മുട്ടായിസും ഡ്രസ്സുകൾക്കും എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും. മാക്സിമം ഇവിടെ ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അവിടെയാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് ഡ്രസ്സ് സാധനങ്ങളെല്ലാം കിട്ടുമെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ലോണം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ലൊരു സിറ്റി, ഒരു ബാംഗ്ലൂർ സിറ്റി പോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ തീരെ വൃത്തിയില്ല. ഒരുമാതിരി ഒരു കൾച്ചറില്ലാത്ത ആൾക്കാരാണ് ഇവിടെ. നമ്മളൊരു ടൂറിസ്റ്റുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ചൂഷണം ചെയ്യാനാണ് ഇവിടെ ഉള്ളവരുടെ മാക്സിമം നോക്കുക. ഒരുത്തന് ഇംഗ്ലീഷ് അറിയത്തില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഹിന്ദി തന്നെ സംസാരിക്കും. ഇപ്പോൾ ഹിന്ദി അറിയാത്ത ഒരാളാണെങ്കിൽ ഇവിടെ വന്നാൽ മൂഞ്ചി, അത്രേ ഉള്ളൂ. ഫുള്ള് കരിമ്പ് മറ്റേ പഞ്ചസാരയാക്കി മാറ്റാനുള്ള അതിനകത്ത് കരിമ്പ് കൊണ്ട് നിൽക്കുന്ന മറ്റേ ട്രക്കുകളാണ് ഈ കാണുന്നത്. ഫുള്ള് ട്രക്കാണ്. അവിടെ നിന്ന് അവിടം വരെ ഫുള്ള് കരിമ്പാണ്. ഇത് മൊത്തം ഈ കാണുന്ന മൊത്തം കരിമ്പാണ്. ഫുള്ള് കരിമ്പ്. എന്തോരം നോക്ക്, എന്തോരം വണ്ടി, എന്തോരം ട്രക്കിലാണ് ഫുള്ള് സാധനം നിറച്ചിട്ട് നിറച്ച് വെച്ചേക്കാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമോ? ഇവിടെ ഫുള്ള് പഞ്ചസാര ഉണ്ടാക്കുന്ന ഫാക്ടറീസൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സൂര്യനെ കാണുന്നത്. കണ്ടോ, മെല്ലെ തലപൊക്കി വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ആദ്യമായിട്ട് ഇതാ സൂര്യൻ്റെ തലവട്ടം കാണുന്നുണ്ട് ആദ്യമായിട്ട്. ഇവിടുന്ന് ഒരു 2 മീറ്റർ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് മഞ്ഞാണ്. ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ്. ഇവിടെ അടുത്തുള്ള ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അത് നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് കവേർഡാണ്. ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ 2-3 റൈഡേഴ്സിനെ കണ്ടു. ചെക്കന്മാർ ഹിമാലയയിൽ ട്രിപ്പ് വന്നേക്കാണ്. ഹിമാലയ ബൈക്കിൽ പൊളി അടിപൊളി ലുക്കിൽ. ഏതാ വൈ പറയും. ഒരു 10-12 പേരുണ്ടായിരുന്നു. അവർ പോയി. ബസ് അവിടെ എത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ ഫുള്ള് മഞ്ഞാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. ഫോഗില്ലേ, ഫോഗ്. ഇതാണ് അവസ്ഥ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ. ഇപ്പം നമ്മൾ മറ്റേ മൻസൂരി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കാണ്. ഭയങ്കര അധികം വണ്ടികളുണ്ട്. നല്ല അധികം ട്രാഫിക് ഉണ്ട്. പക്ഷേ ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വഴിയൊക്കെയാണ്. ഇവിടെ അടുത്ത് എവിടെ നിന്നെങ്കിലും കിട്ടുന്നത്. ഇവിടെ ആരോ വരുന്നുണ്ട്. അവരോടൊന്ന് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ സംഭവം നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ പുതിയ ആൾക്കാരായതുകൊണ്ട് ഇവർ നമ്മളെ ചാമ്പാൻ ചാൻസുണ്ട്. നല്ലധികം ചാമ്പാൻ ചാൻസുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം 4 സംതിങ് ആയി. ഇവിടെ ഫുള്ള് മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് പറഞ്ഞാൽ ഫോഗ് കേട്ടോ. മഞ്ഞല്ല, ഫോഗ്. ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല അപ്പുറത്തേക്ക്. ഇതുണ്ടോ, വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. ചോദിച്ചോട്ടെ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഡെറാഡൂണിലാണുള്ളത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ടോട്ടൽ
10 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മസൂരിയിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് കുറച്ചേ നടക്കാനുള്ളൂ. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പോകണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ നോക്കി പോവാണ്. ശരിക്കും ലൊക്കേഷൻ്റെ ആവശ്യമില്ല, ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഡയറക്റ്റ് മസൂരി ഹെഡറിൽ നിന്ന് ഡയറക്റ്റ് അവിടുന്ന് മസൂരിയിലേക്ക് ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത്. മറ്റേ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡയറക്റ്റ് ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ഉണ്ടാവും. മൊത്തം 32 കിലോമീറ്റർ സംതിങ് ആണെന്നാണ് അയാൾ പറഞ്ഞത്. എൻ്റെ കുപ്പി ചാടിപ്പോയി നോക്കിയാൽ. ഇവിടെ കാണാനൊക്കെ അടിപൊളി പ്ലേസ്, പക്ഷേ നല്ല രസമുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഇത്ര ഫ്രോഡാന്നേ ഉള്ളൂ. അവിടുത്തെ 100 രൂപ പറഞ്ഞ 3 പേർക്ക് 100 രൂപ പറഞ്ഞവൻ ഇവിടെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾക്ക് 15 രൂപയായി. കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പൊന്നേ ഉള്ളൂ, വേറെ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ കൊണ്ട് വരുന്നത് നന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ തണുത്തിട്ടൊരു രക്ഷയില്ല. ഇതുണ്ട് ഇവിടെ ഷേവ് ചെയ്യുന്ന കാണിച്ചതാ. ഇവിടെ ഷേവിങ്ങും മുടിയോട്ടമൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ മസൂരിയിലേക്ക് പോകാനുള്ള റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് മസൂരിക്കുള്ള ബസ് കിട്ടിയിരിക്കുകയാണ്. നമ്മളിനി മസൂരിയിലേക്കാണ് പോകുന്നത്. ബസ്സിന് ടിക്കറ്റ് കയ്യിലുണ്ട്. മസൂരി ബസ് സ്റ്റാൻഡിലാണ്. ഡെറാഡൂണിൽ നിന്ന് മസൂരിയിലേക്കുള്ള ബസ് കിട്ടി. നമ്മളെല്ലാവരും കണ്ട് മസൂരി. ശരിക്കും ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞ് പറഞ്ഞാൽ ഫോഗ് കിട്ടോ, നല്ല തണുപ്പുണ്ട്. വണ്ടി ഇപ്പം നിന്നിരിക്കുക. നമ്മൾ ബസ്സിലാണ്. ബസ് ഫുള്ള് പാസഞ്ചേഴ്സാണ്, എല്ലാവരും ഉണ്ട് ബസ്സിൽ. താഴെ ഒരു കാറുകാരൻ ഇപ്പം ഉണ്ടല്ലോ. എന്താ കാറുകാരൻ പോയാ. നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. ട്രാഫിക് ബ്ലോക്ക് ഫുള്ള് സീനാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. മസൂരിയൊക്കെ എത്തുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരു പിടുത്തമല്ല. ഇവിടെ സൺലൈറ്റ് ഇല്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. എന്ത് ഭംഗി അറിയോ. ഇവിടെ വലിയ വലിയ മാളുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പോപ്പുലേറ്റഡ് ആളുകളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല പൈസക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഞങ്ങൾ ബസ്സിലാണല്ലേ, നല്ല ഭംഗിയുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പക്ഷേ മഞ്ഞിന് തണുപ്പ് കാരണം ഒരു രക്ഷയില്ല. ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്ന നല്ലവരായ അമ്മച്ചിമാരോട് പറഞ്ഞിട്ട് അമ്മച്ചി പറയുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ടിക്കറ്റാണ്, ഈ സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഡോർ അടയ്ക്കാൻ സൗകര്യമില്ലെന്ന്. നല്ലവരായ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു നോക്കി അടയ്ക്കാൻ വേണ്ടി, അപ്പവും പറഞ്ഞു നോക്കി, എന്നിട്ട് നടക്കുന്നില്ല. പിന്നെ അമ്മച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. മഞ്ഞ് കാരണം ഫോഗല്ല മഞ്ഞ് തന്നെ. മഞ്ഞ് കാരണം അപ്പുറ സൈഡൊന്നും കാണാൻ പറ്റുന്ന പോലും പറ്റുന്നില്ല. എന്ത് മഞ്ഞറിയണം. നമ്മളിവിടെ എത്തി ഗൈസ്. തണുക്കുന്നു ഗൈസ്, ഭയങ്കര തണുപ്പോ ഗൈസ്. കണ്ണും അയ്യോ വേണ്ട ഗൈസ്. ഞങ്ങളുടെ മസൂരിയിലുണ്ട് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് റൂമിന് 550 രൂപയാണ് ഗൈസ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യാണ് ഗൈസ്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. കാലും ഗൈസ്. ഹലോ, ഇന്ന് 7ാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ